ഭദ്രേ നാരായണ. സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമനത്തിന് മുൻപും വീടുകളിൽ നിലവിളക്ക് കൊളുത്താറുള്ള പതിവ് ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിലുണ്ട്. ഈ പതിവ് തെറ്റിയാൽ അത് ദോഷം തന്നെയാണ്. വീട്ടിലെ നിലവിളക്ക് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. ഈ പതിവ് തെറ്റിക്കുന്നത് വീട്ടിൽ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തും. ഇന്നത്തെ സമൂഹത്തിൽ നിലവിളക്ക് കൊളുത്തുന്നത് മുടങ്ങുന്നതിലും നല്ലത് കൊളുത്താതിരിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ദേവപ്രീതിക്കും കുടുംബൈശ്വര്യത്തിനുമാണ് നാം നിലവിളക്ക് വെക്കുന്നത്. എന്നാൽ സാഹചര്യ നിമിത്തം ഒരു നേരം വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ഈശ്വരകോപമോ ദോഷമോ വരില്ലെന്നതാണ് സത്യാവസ്ഥ. നിലവിളക്ക് തറയിൽ വെച്ചോ അധികം ഉയർത്തിയ പീഠത്തിൽ വെച്ചോ കത്തിക്കരുത്. ശാസ്ത്രവിധിയിൽ നിലവിളക്ക്, ശംഖ്, മണി, ഗ്രന്ഥം ഇവയുടെ ഭാരം ഭൂമിദേവി നേരിട്ട് താങ്ങുകയില്ലത്രേ. അതുകൊണ്ട് ഇലയോ തട്ടമോ പൂജിച്ച പൂക്കളോ ഇട്ട് അതിനു മുകളിൽ വേണം നിലവിളക്ക് വെക്കാൻ. വിളക്കിന്റെ താഴ്ഭാഗം മൂലാധാരവും തണ്ട സുഷുപ്നയെയും മുകൾ ഭാഗം ശിരസിനെയും പ്രതിനിധീകരിക്കുന്നു. കത്തി നിൽക്കുന്ന ദീപം നെറ്റിയിലെ ആജ്ഞാചക്രത്തെ സൂചിപ്പിക്കുന്നു. ദീപം കത്തുന്നതോടെ ഓംകാരത്തിന്റെ ധ്വനി ഉത്ഭവിക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ദീപം കത്തുന്നതിന് തിരിയും എണ്ണയും വായുവും ആവശ്യമാണല്ലോ. കത്തിക്കൊണ്ടിരിക്കുന്ന തിരിയിൽ എണ്ണ നിരന്തരം ചലിച്ച് വായുവുമായി സങ്കരമുണ്ടാകുമ്പോൾ പ്രകൃതി തന്നെ ഒരുക്കുന്ന ഒരു ധ്വനി ഉണ്ടാകുന്നു. ഇതാണ് പ്രണവതത്വമായ ഓംകാരധ്വനി. അതുകൊണ്ട് പ്രത്യേകമായ ജപാതി കർമ്മങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിന്റെ പവിത്രമായ മന്ത്രസാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. 2 അതല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 തിരികളിട്ട് വേണം നിലവിളക്ക് കത്തിക്കാൻ. കൂടുതൽ തിരികൾ ഇട്ട് കൊടുക്കുമ്പോൾ വടക്കുനിന്നും ആരംഭിച്ച് പ്രദക്ഷിണമായി വേണം കൊളുത്തേണ്ടത്. അവസാന തിരി കത്തിച്ചു കഴിഞ്ഞാൽ പ്രദക്ഷിണം പൂർത്തിയാക്കാതെ തിരിച്ചു വരണം. അതിനുശേഷം കത്തിക്കാൻ ഉപയോഗിച്ച ദീപം കെടുത്തിവെക്കണം. വിളക്കുകളിൽ നെയ്വിളക്കിനാണ് ഏറ്റവും മഹത്വമുള്ളത്. പഞ്ചമുഖ നെയ്വിളക്കിന് മുമ്പിലിരുന്ന് അഭീഷ്ടസിദ്ധിക്കായി ജപം തുടങ്ങിയാൽ ക്ഷിപ്രഫലം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. നെയ്വിളക്ക് മറ്റേ എണ്ണ കൊണ്ടുള്ള തിരിയിൽ നിന്നോ വിളക്കിൽ നിന്നോ കൊളുത്തരുത്. ശുദ്ധമായ വെളിച്ചെണ്ണ, എള്ളെണ്ണ എന്നിവയും ഗൃഹദീപത്തിന് ഉപയോഗിക്കാം. ചിലയിടങ്ങളിൽ മരണാനന്തര കർമ്മങ്ങൾക്ക് മാത്രമേ എള്ളെണ്ണ ഉപയോഗിക്കാറുള്ളൂ. മറ്റ് എണ്ണകൾ ഉപയോഗിച്ച് വിളക്ക് കൊളുത്തരുതെന്നാണ് സങ്കല്പം. കരിമ്പുക അധികം ഉയരുന്ന എണ്ണകൾ ഉപയോഗിക്കുന്നത് അശ്രീകരമാണ്. പ്രശ്നമാർഗത്തിൽ എണ്ണയെ ശരീരമായും തിരിയെ ആത്മാവായും ജ്വാലയെ ആയുസ്സായും വിളക്കിനെ ഭവനമായും സൂചിപ്പിക്കുന്നു. ദീപം ഇടതുവശത്തേക്ക് തിരിഞ്ഞു കത്തുക, മലിനമായി തോന്നുക, മങ്ങിയും ചെറുതായും ഇരിക്കുക, പൊരികൾ പുറപ്പെടുക, പൊട്ടുക, അകാരണമായി കെടുക, ആളിക്കത്തുക, ഇരട്ട ജ്വാലകൾ ഉണ്ടാകുക, വിറയാർന്നു കത്തുക തുടങ്ങിയവയൊക്കെ അശുഭ ലക്ഷണങ്ങളാണ്. പതിവായി ഇവ ഭവനങ്ങളിലും സംഭവിച്ചാൽ ദോഷപരിഹാരാർത്ഥം ഈശ്വരവചനം തുടങ്ങിയവ അനുഷ്ഠിക്കേണ്ടവയാണ്. സ്വർണ്ണ നിറത്തിൽ പ്രകാശത്തോടും ചായവില്ലാതെ നേരെ ഉയർന്നു പൊങ്ങുന്നതുമായ ജ്വാല ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. വായുകൊണ്ട് ഊതി നിലവിളക്ക് അണയ്ക്കരുത്. തിരി പിന്നിലേക്കെടുത്ത് എണ്ണയിൽ മുക്കിയോ അല്പം എണ്ണ ദീപത്തിൽ വീഴ്ത്തിയോ അണയ്ക്കാം. ദീപം കരിന്തിരി കത്തി അണയരുതെന്നാണ് വിശ്വാസം. ദീപം കൊളുത്തുമ്പോൾ എണ്ണ, തിരി, വിളക്ക് എന്നിവ തികച്ചും ശുദ്ധമായിരിക്കണം. ശരീരം മനഃശുദ്ധിയോടെ വേണം വിളക്ക് കൊളുത്തേണ്ടത്. മംഗല്യവതികളായ സ്ത്രീകൾ നിലവിളക്ക് കൊളുത്തുന്നത് മംഗളപ്രദമാണ്. ഒരു പിടി പൂവ് വിളക്കിന് മുൻപിൽ അർപ്പിക്കുക. വിളക്കിൽ ചന്ദനം തുടങ്ങിയവ ചാർത്തുക. പൂമാല ചാർത്തുക. സമീപം ചന്ദനത്തിരി കൊളുത്തുക തുടങ്ങിയവയും സൗകര്യപൂർവ്വം അനുഷ്ഠിക്കാം. വിളക്ക് കൊളുത്തിയ ശേഷം കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുന്നത് ഇവയെക്കാളുമൊക്കെ മഹത്വമാണ്. അറിയുക, കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നിയാണ്. കാർത്തിക നക്ഷത്രം തോറും ഗൃഹത്തിൽ പഞ്ചമുഖ നെയ്വിളക്ക് കൊളുത്തുന്നത് ഐശ്വര്യപ്രദമാണ്. ഭദ്രേ നാരായണ.